അങ്ങനത്തെ ഒരു മാസ സിനിമ നമ്മളാരെങ്കിലും അഭിനയിച്ചാൽ നിങ്ങൾ അത്ര കൈയടിച്ച് സ്വീകരിക്കലില്ല. എന്തുകൊണ്ടാണ്? ഞങ്ങളിൽ നിങ്ങൾ അതല്ല പ്രതീക്ഷിക്കുന്നത് എന്നുള്ള ഒരു കാര്യം കൂടെ ആലോചിക്കണം. ഇതിപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് മറ്റേ പടത്തിൽ വന്ന ടീം ടൂം എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് ഇടി ഇടിച്ച് അവസാനം കെട്ടിപ്പിടിച്ച് മൂന്നാമതൊരാളെ ഇടിക്കുന്ന കഥയല്ല ഇത്. ഞങ്ങൾ രണ്ടുപേരും രണ്ട് കഥാപാത്രങ്ങളായിട്ട് അഭിനയിക്കുന്നതാണ്. അതിന് ഈ നിങ്ങൾ പറയുന്ന സ്റ്റാർഡം മറ്റേ കമേഴ്ഷ്യൽ വാല്യൂ ഒക്കെ ഉള്ളവർ തന്നെയാണ്. അത് നിങ്ങളുണ്ടാക്കി തന്നതാണ്. പ്രേക്ഷകരാണ് ഈ സിനിമയിൽ ഇങ്ങനെയൊക്കെ അവതരിപ്പിക്കാനും അഭിനയിക്കാനും ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത്. ഞങ്ങളെ വളർത്തിയെടുത്തുവെന്നോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്ന കാലം പോയി കേട്ടോ. നിങ്ങൾ വളർന്നത് കൊണ്ടാണ് ഞങ്ങൾ വളർന്നത്. ഇതേതരം സിനിമകൾ പ്രേക്ഷകൻ കാണാൻ മാത്രം വളർന്നിരിക്കും എന്നുള്ള ധൈര്യത്തിലാണ് ഇങ്ങനെയുള്ള സിനിമകൾ നമ്മൾ എടുക്കുന്നത്. അല്ലെങ്കിൽ രണ്ടുപേരും കൂടെ നീ ആ വലുത് ഞാനാ വലുത് എന്നൊക്കെ പറഞ്ഞ് വരാം. അങ്ങനെയൊന്നും വരുന്നില്ല. ഒരുപക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം, ലാലിനെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമയിൽ ഞങ്ങളെ ഇത് മുമ്പ് കണ്ടിട്ടില്ലാത്ത കഥാപാത്രങ്ങളായിട്ടാണ് വരുന്നത്. മലയാള പ്രേക്ഷകർക്ക് അധികം പരിചയമില്ലാത്ത കഥാപാത്രങ്ങളും പരിചയമില്ലാത്ത പശ്ചാത്തലവുമാണ് ഈ സിനിമയിലുള്ളത്. കാരണം നമ്മുടെ കുറച്ചുകൂടെ ദേശീയ അന്തർദേശീയ തലത്തിലേക്ക് നമ്മുടെ കഥാപരിസരങ്ങൾ മാറുകയാണ്. നമ്മൾ അത്രത്തോളം വളരുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിനിമ എടുക്കാൻ ഇനി മലയാള സിനിമ 10-15 കൊല്ലം കൂടെ കഴിയണം. നമ്മൾ 15 കൊല്ലം മുമ്പിലാണ്, പുറകിലല്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് ഈ സിനിമ എടുക്കാൻ സാധിച്ചു. അതിന് ഒരുപാട് സപ്പോർട്ട് നമ്മുടെ പ്രൊഡക്ഷൻ സൈഡിൽ നിന്നുണ്ടായി. മറ്റു ടെക്നീഷ്യൻസും ആർട്ടിസ്റ്റുകളും ഇങ്ങനെ ഒരു സിനിമയോട് സഹകരിച്ചു. ഇനിയുള്ള സഹകരണം പ്രേക്ഷകൻ്റെയാണ്. അത് തീർച്ചയായിട്ടും ഉണ്ടാവും എന്നുള്ള വിശ്വാസമുണ്ട്. ഈ സിനിമ കാണുന്ന ഒരു പുതിയ കാഴ്ചയാണ് ഈ സിനിമയുടെ ഫോട്ടോഗ്രാഫിയാണ് ശരി, മേക്കിംഗ് ആയാലും ശരി. ഒരുപക്ഷെ നമ്മളിങ്ങനെ കണ്ട് ശീലിച്ചില്ലാത്ത നമ്മുടെ ശീലങ്ങൾക്കൊക്കെ ഒരു മാറ്റം ഉണ്ടാക്കുന്ന രീതിയിലുള്ള സിനിമയാണ്. ഈ സിനിമ വളരെ കൂടുതൽ ആളുകൾ കാണുകയും വലിയ രീതിയിൽ സ്വീകരിക്കപ്പെടുകയും ചെയ്താൽ ഇത് മലയാള സിനിമയുടെ ഒരു മുതൽക്കൂട്ടും ഒരു നാഴികക്കല്ലുമായി മാറും. ഈ സിനിമ മുതൽ ആകും ഇനി സിനിമകൾ. ഇതുപോലെയുള്ള വലിയ സിനിമകൾ മലയാളികൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാനും എടുക്കാനും സാധിക്കുമെന്നുള്ള ഒരു വിശ്വാസം തരുന്ന പ്രേക്ഷകനാണ് കേരളത്തിലുള്ളത് എന്നുള്ളത് കൊണ്ടാണ് ഈ സിനിമ എടുക്കുന്നത്. നമ്മളിത് പാൻ ഇന്ത്യൻ സിനിമയല്ല, ഇത് മലയാളികൾക്ക് വേണ്ടിയുള്ള സിനിമയാണ്. മലയാളം കൂടുതൽ സംസാരിക്കുന്ന സിനിമയാണ്. നമ്മൾ സായിപ്പന്മാരാരും മലയാളം പറയുന്ന സിനിമയല്ല ഇത്. സായിപ്പന്മാരൊക്കെ ഇംഗ്ലീഷ് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ പ്രേക്ഷകന് വേണ്ടി എടുത്ത സിനിമയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ഒരു ധൈര്യത്തിന് വേണേൽ നമുക്ക് മറ്റുള്ളവരെ കാണിക്കാം. അതിനപ്പുറത്തേക്ക് ഇതിനകത്തൊരു പാൻ ഇന്ത്യൻ ഇല്ല. ഈ സിനിമ പാൻ ഇന്ത്യനായിട്ട് എടുത്തിട്ടില്ല. പാൻ ഇന്ത്യൻ ആക്കേണ്ടത് പ്രേക്ഷകർ. ഞാനൊരു ഓളത്തിലങ്ങ് പോവുമായിരുന്നു. ഇതൊക്കെ ഒരു സ്വപ്നം അല്ലെങ്കിൽ ഒരു സ്വപ്ന സഞ്ചാരം എന്നുള്ള രീതിയിൽ കാണുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഓഫ് കോഴ്സ് നമ്മൾ ക്യാമറ ഓണാകുമ്പോൾ നമ്മൾ കഥാപാത്രങ്ങളായിട്ട് മാറുന്നു. എന്നതിനപ്പുറം രണ്ട് പ്രതിഭകളുടെ കൂടെ, മഹാപ്രതിഭകളുടെ കൂടെ അവരോടൊപ്പം ഒരു സിനിമ യാത്ര എന്ന് പറയുന്നത് ഏതൊരു അഭിനേതാവും, മലയാളത്തിലുള്ള അഭിനേതാവ് എന്നുള്ള മാത്രമല്ല, ഏതൊരു അഭിനേതാവും കൊതിക്കുന്ന കാര്യമാണ്. അപ്പോൾ ആ ഭാഗ്യങ്ങൾ വീണ്ടും വീണ്ടും വരുന്നു എന്നുള്ളതൊരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. മമ്മൂക്കയോടും ലാലേട്ടനോടൊപ്പമുള്ള നിമിഷങ്ങൾ, ഒരുമിച്ചുള്ള നിമിഷങ്ങൾ ഒരിക്കലും മറക്കാനാവാത്ത അനുഭവങ്ങളാണ്, പാഠങ്ങളാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും മുന്നോട്ടുള്ള എൻ്റെ അഭിനയ ജീവിതത്തിലാണെങ്കിലും വ്യക്തി ജീവിതത്തിലാണെങ്കിലും ഒരുപാട് ഓർമ്മകളും ഒരുപാട് പാഠങ്ങളും അനുഭവങ്ങളും തരുന്ന എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ഞാൻ 110% എൻജോയ് ചെയ്തു. ഒരു വ്യക്തി എന്നുള്ള രീതിയിലും, ഒരു അഭിനേതാവ് എന്നുള്ള നിലയിലും, ഒരു ഫാൻ ബോയ് എന്നുള്ള നിലയിലും കാണാൻ പറ്റുമോ? മാക്സിൽ എടുക്കുമ്പോൾ കാണാം. അതിനു വേണ്ടി ഒരു ട്രൈ ചെയ്ത് ഫോണൊന്നും വലിയ ടെക്നോളജി അല്ല ഇപ്പോൾ. ഐമാക്സിൽ ഷൂട്ട് ചെയ്യാനായിട്ട് ആദ്യം ഒരു ഐമാക്സ് ക്യാമറ ഉണ്ടാവണം. ഐമാക്സ് ക്യാമറയൊന്നും അത്ര പോപ്പുലർ അല്ല. നോളനൊക്കെ ക്യാമറ ഉണ്ടാക്കിയിട്ടാണ് അല്ലേ രാജീവ് ഷൂട്ട് ചെയ്യുന്നത്? അത് നമുക്ക് ചെയ്യാം. ശരി, അപ്പോൾ പുള്ളി സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് ചെയ്യാം. മമ്മൂക്കയ്ക്ക് അങ്ങനെ ഐഡിയ ഉണ്ടെങ്കിൽ ഞാൻ അത് സംഘടിപ്പിക്കാം. അങ്ങനെ ഒരു കഥ വന്നാൽ നമുക്ക് എടുക്കാം. ഇപ്പോൾ മമ്മൂക്കയുടെ ഹോൾ കരിയറിൽ ഇപ്പോൾ ഒരു 10,000-ന് മുകളിൽ സ്റ്റോറി കേട്ടിട്ടുണ്ടാവും. ഇവിടെ തന്നെയാ 10,000-ന് മുകളിൽ സ്റ്റോറി കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു അറൗണ്ട് 500 സിനിമ മമ്മൂക്ക ചെയ്തു. ഇത്രയില്ല.
പക്ഷേ ഈ പാട്രിയോട്ടിൻ്റെ ഏത് മൂമെൻറ്റിലാണ് മഹേഷ് സാറ് കഥ പറഞ്ഞപ്പോൾ നമുക്കിത് ചെയ്യണം എന്ന് തീരുമാനിച്ചത്? അങ്ങനെ പ്രത്യേകിച്ച് ഒരു മോമെൻ്റ് വെച്ചിട്ട് നമുക്കൊരു സിനിമ തീരുമാനിക്കാൻ പറ്റില്ല. ഒരു സിനിമയെ നമ്മളെ സംവിധായകൻ കഥ പറയുമ്പോൾ കഥാകൃത്ത് കഥ പറയുമ്പോഴല്ല ഞാൻ പറയുന്നത്. സംവിധായകൻ കഥ പറയുമ്പോൾ നമുക്ക് സിനിമ കാണാൻ പറ്റിയെങ്കിൽ അത് നല്ല സിനിമയായിരിക്കും. അത് നമുക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. കാരണം സംവിധായകൻ നമ്മളെക്കാൾ മുമ്പേ ആ സിനിമ കണ്ടിരിക്കുന്നു. അതാണ് അതിൻ്റെ ഒരു മാനദണ്ഡം. ഈ സ്ക്രിപ്റ്റ് വായിച്ച് വീട്ടിൽ ഹോംവർക്ക് ചെയ്യും നമുക്ക് ഈ ക്യാരക്ടറിന് വേണ്ടി എന്തൊരു ഹോംവർക്ക് ചെയ്യും? ഹോംവർക്ക് ചെയ്യാൻ മാത്രം നമുക്ക് പിറ്റേ ദിവസം പരീക്ഷയൊന്നുമില്ലല്ലോ. സിനിമയ്ക്ക് ഇനിയും നമ്മളത് അറിയാതെ നമ്മുടെ മനസ്സിലും നമ്മുടെ തലയിലും ബുദ്ധിയിലും ഇൻ്റലക്റ്റിലും ഒക്കെ ഓടുന്ന ഒരു കാര്യങ്ങളാണ്. ഹോംവർക്ക് ചെയ്യാനായിട്ട് നമ്മൾ നടക്കുമ്പോൾ വർക്ക് ചെയ്യാം, രാത്രി ഇറക്കുളച്ച് മറ്റേ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ അടിയിൽ പോയിരുന്ന് പഠിക്കേണ്ട കാര്യമൊന്നും സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഇല്ല. കാരണം നമുക്കിത് പരിചയമായ ഒരു കാര്യമാണ്. ഇതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണമെന്ന് മാത്രം ആലോചിച്ചാൽ മതി. ഓരോ കഥാപാത്രങ്ങളെ നമ്മൾ എങ്ങനെ അവതരിപ്പിക്കണമെന്ന് ആലോചിക്കാം. അതെപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. I've always felt എല്ലാ ക്യാരക്ടേഴ്സിനും അവരുടേതായ ഒരു ആക്കും എന്താ പറയുക അവരുടെ ഒരു സ്റ്റോറി ഉണ്ട്. ആൻഡ് അത് ഒരു സീനിലാണെങ്കിലും 10 സീനിലാണെങ്കിലും ആ സ്റ്റോറി നമ്മൾ കാണും. ഇതിൽ ഈ നമ്മളല്ലാതെ there are a lot more women and കഥ വായിച്ചപ്പോൾ ഞാൻ ആദ്യം ഐ തിങ്ക് മമ്മൂക്ക ഉണ്ടെന്ന് അറിഞ്ഞു. ഫോർ മീ ദാറ്റ് വാസ് ഇറ്റ് സെൽഫ് ഇതൊരു വലിയ പടം. അത് കഴിഞ്ഞ് ന്യൂസിലൊക്കെ വായിക്കുമ്പോഴാണ് ഇവരെല്ലാവരും ഉണ്ടെന്നൊക്കെ ഞാൻ അറിയുന്ന മെല്ലെ. അപ്പോൾ അതിൽ ഓരോ പേര് കേൾക്കുമ്പോഴും ഇറ്റ് വാസ് ദാറ്റ് എക്സൈറ്റിങ്. ആൻഡ് ഓൾ ദ വിമൻ ഇൻ ദ ഫിലിം ആർ എനിക്ക് പേഴ്സണലി ഭയങ്കര അഡ്മയർ ചെയ്യുന്ന ആക്ടേഴ്സ്. അപ്പോൾ എല്ലാവരുടെയും കൂടെ സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര ഹാപ്പി. ആൻഡ് ദ ഫിലിം ഐ തിങ്ക് യു വിൽ കാണുമ്പോൾ മനസ്സിലാവും എല്ലാവർക്കും അവരുടേതായ ഒരു സ്പേസ് ഉണ്ട്. മാത്രം യെസ് പറഞ്ഞാൽ മതി. അപ്പോൾ ആ ആക്ടേഴ്സിന് തീരുമാനം എടുക്കാനുള്ള ഫ്രീഡവും സ്പേസും അതാണ് ഏറ്റവും വലിയ കാര്യം. ദാറ്റ് ഇസ് വാട്ട് എവറി ആക്ടർ ലുക്സ് ഫോർവേഡ് ടു. ആ ഒരു സ്വാതന്ത്ര്യവും സ്പേസും തരുന്ന ഒരു ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാനും വളരെ വലിയൊരു ഭാഗ്യം തന്നെയാണ്. ആൻഡ് അത് ഞാൻ ഏറ്റവും കൂടുതൽ ചെറിഷ് ചെയ്യുന്ന ഒരു കാര്യം കൂടെയാണ്. ആൻഡ് ഇത്രയും നല്ല ആക്ടേഴ്സിൻ്റെ കൂടെ എല്ലാം നമ്മൾ കണ്ട് വളർന്ന കുറേ ആക്ടേഴ്സാണ്. കൊച്ചിലെയൊക്കെ ഇവരുടെ സിനിമകളാണ് നമ്മൾ റിപ്പീറ്റഡ്ലി വാച്ച് ചെയ്ത് നമ്മുടെ ഐഡൽസ് ആയിരുന്നു. അപ്പോൾ അവരൊക്കെ നമ്മുടെ മുമ്പിലിരിക്കുന്നതും ഇറ്റ്സ് എ ഹ്യൂജ് ഡീൽ ഫോർ ഓൾ ഓഫ് us. ഷൂട്ട് ചെയ്യുന്നതിൻ്റെ സമയത്ത് തന്നെ മഹേഷ് ചേട്ടൻ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോയി. താനെന്താ ഇവിടെയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ മമ്മൂക്കയെ കാണാൻ വന്ന. ശരി എന്ന് പറഞ്ഞ് പോയി. കുറച്ച് കഴിഞ്ഞ് വീണ്ടും മഹേഷ് ചേട്ടൻ വന്നിട്ട് ഇങ്ങനെ എന്നെ മാറ്റി നിർത്തി ചോദിച്ചു, ഇതൊരു ചെറിയ ക്യാരക്ടർ ഉണ്ടോന്ന് ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചേട്ടാ നോക്കാമല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം പിന്നെ അടുത്ത വർക്കിലേക്ക് ജോയിൻ ചെയ്തു. പിന്നെ മമ്മൂക്കയുടെ കൂടെയും അനുചേട്ടൻ്റെ കൂടെ ഇരുന്ന് സംസാരിക്കുന്ന കൂട്ടത്തിൽ അനുചേട്ടൻ ഇങ്ങനെ വീണ്ടും പറഞ്ഞു, ഗ്രേസിനോട് ഇങ്ങനെ മഹേഷ് ആ ക്യാരക്ടറിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. മമ്മൂക്ക ചെയ്ത ക്യാരക്ടർ അപ്പോൾ ഇല്ല പർട്ടിക്കുലർ ക്യാരക്ടർ. അപ്പോൾ നമുക്ക് പറഞ്ഞു അതവൾ ചെയ്തോളും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഈ സിനിമയിലേക്ക് വരുന്നത്. ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. എനിക്ക് പിന്നൊന്നും അതിൽ നോക്കേണ്ടി വന്നില്ല. ഐ വാസ് ലൈക്ക് ഇതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. എനിക്ക് കൂടുതലും കോമ്പിനേഷൻ ഉണ്ടായിരുന്നത് മമ്മൂക്കയുടെയും ലാലേട്ടൻ്റെ കൂടെയാണ്. വളരെ ചെറിയൊരു ക്യാരക്ടറാണ്. ബട്ട് താങ്ക് യു സോ മച്ച് മഹേഷ് ചേട്ടാ അങ്ങനെ വിളിച്ചതിലും. ചെറുതാണെങ്കിലും അതിനുള്ളൊരു സ്പേസ് ഉണ്ട്. ഏതൊരു ക്യാരക്ടറിനും റൈറ്ററും ഡയറക്ടറും അല്ലെങ്കിൽ ബാക്കി എല്ലാ ക്യാരക്ടേഴ്സും വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. ആൻഡ് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ആൻഡ് താങ്ക് യു സോ മച്ച്. ഏറ്റവും കൂടുതൽ കാണാൻ ഇഷ്ടപ്പെടുന്ന രണ്ടാളുകൾ വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് വീണ്ടും തിരിച്ചു വരുവാണ്. സോ അതിൻ്റെ ഒരു സന്തോഷം അറിയിക്കുന്നു. നമുക്ക് എൻ്റെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഇതിലൊരു കാർ ചേസിങ് സീനുണ്ട്. ഇതിലൊരു കാർ ചേസിങ് സീൻ നമ്മൾ പോസ്റ്ററൊക്കെ കണ്ടിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി ഒരു റൂമറൊക്കെ വന്നിരുന്നു. അതായത് മമ്മൂക്ക ലാലേട്ടൻ്റെ കാലിനാണ് ഹോൾഡ് ചെയ്തിരുന്നത് ആ സീനകത്ത്. അപ്പോൾ ആ ഒരു സീൻ ചെയ്ത എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അതിനെപ്പറ്റി അതിൻ്റെ കഥകൾ. ലാലേട്ടൻ്റെ കാലിലാണ് മമ്മൂക്ക ഹോൾഡ് ചെയ്ത് നിന്നത്. അതായത് ആ കാർ ചേസിങ് സീനിനകത്തെ ഈ ഡോർ സൈഡിലോട്ട് കാല് ഹോൾഡ് ചെയ്യുന്നില്ല. ഒരു റൂമറൊക്കെ വന്നിരുന്നു. അതായത് പുള്ളി ഊന്നുപടി വെച്ചിരിക്കുക. പുള്ളിയാണ് ഊന്നുപടി വെച്ചിരിക്കുന്നത്. ഇത് മനസ്സിലായില്ല എന്താ ചോദ്യം. ആ ഒരു ഫൈറ്റ് സീൻ അതായത് ആ ചേസിങ് സീൻ ചെയ്ത എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെ ആ ഒരു ചേസിങ് സീൻ ചെയ്ത എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? കാർ ചേസിങ് സീൻ ചേസിങ് സീൻ വണ്ടി ഓടിക്കുന്ന ചാക്കോച്ചനാണ്. ഞങ്ങൾ രണ്ടുപേരും, ഞാൻ അവശനാ, പുള്ളിയുടെ കാലും പയ്യ. അപ്പോൾ ചേസ് ചെയ്യണ മുഴുവൻ വലിയ ഹീറോയിസം കാണിക്കുന്ന ചാക്കോച്ചനാണ്.
ചാക്കോച്ചനോട് ചോദിക്കാം എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്. നിങ്ങൾ രണ്ടുപേരും പാസഞ്ചേഴ്സാണ്. മമ്മൂക്ക സത്യം ചോദിച്ചു നോക്ക്. ചാക്കോച്ച പറ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ഇവരുടെ ഇടയ്ക്ക് ഏറ്റവും നല്ല മൊമെന്റ്സ് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ചേസ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഐ വാസ് ചേസിങ് മൈ ഡ്രീംസ്. അത് അത്രേ ഉള്ളൂ. മമ്മൂക്ക, മഹേഷ്, ഒരു കാര്യം ഒന്ന് ഉറപ്പിച്ച സമയത്തിന്റെ റെസ്ട്രിക്ഷൻ ഉണ്ട്. ഒരു ചോദ്യം. മഹേഷ്, മമ്മൂക്ക രണ്ടുപേരും ഒരുമിച്ച് നമ്മൾ ഓരോ കാര്യം ജഡ്ജ് ചെയ്യുന്നത് കാഴ്ചയിലൂടെയാണല്ലോ. ഇപ്പം സച്ചിൻ തെണ്ടുൽക്കർ വലിയൊരു ക്രിക്കറ്ററാണെന്ന് നമ്മൾ കണ്ട് മനസ്സിലാക്കിയതാണ്. നമുക്കൊരു മഹാനായ നടനാണെന്ന് നമ്മൾ കണ്ട് മനസ്സിലാക്കിയതാണ്, അനുഭവം കൊണ്ട് മനസ്സിലായതാണ്. ഇപ്പോൾ ഈ ട്രെയിലറിൻ്റെ അവസാനം നമുക്ക് പറയുന്നുണ്ട് ഞാനൊരു പേട്രിയോട്ടാണെന്ന് പറയുന്നുണ്ട്. ദേശസ്നേഹത്തിനൊരു അളവുകോലുണ്ടോ? അതിനൊരു മാനദണ്ഡം എങ്ങനെയാണ്? അങ്ങനെ അയാളൊരു വലിയ ദേശസ്നേഹിയാണ് നമ്മൾ പറയണമെങ്കിൽ അതിനൊരു അളവുകോലുണ്ടോ? പറഞ്ഞു. അത് ഓഡിയൻസിനോടുള്ള ചോദ്യമാണ് ആക്ച്വലി. അത് പടം കണ്ട് തീരുമ്പം മനസ്സിലാക്കണം വെദർ ഹീസ് എ പേട്രിയറ്റ് എന്നുള്ളത് ഒരു ക്വസ്റ്റ്യനാണ്. അത് ക്വസ്റ്റ്യനായിട്ട് തന്നെയാണ്. അത് ആൻസർ ചെയ്യേണ്ടത് പ്രേക്ഷകരാണ്. ദേശാഭിമാനി, രാജ്യസ്നേഹി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വ്യത്യസ്തമായ വാക്കുകളുണ്ട്. അതിലേതാണ് ഇതിന് അർത്ഥമാക്കുന്നതെന്ന് നമുക്ക് സിനിമ കാണിച്ചു തരും. അത്രേ. മമ്മൂക്കയുടെ വാമ്പയർ വരുമെന്ന് ഇവിടെ പേടിക്കേണ്ട, കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ വരുള്ളൂ. ഞെട്ടിക്കോ? ഞെട്ടിക്കും. ഹോളിവുഡിലെ ഹ്യൂ ജാക്ക്മാൻ ഞെട്ടിപ്പോണം. പുള്ളി ചെയ്തതിൽ അതിന് മുകളിൽ നമ്മളൊക്കെ അതിന് നിങ്ങൾ ഹോളിവുഡ് വരെ പോകണ്ട, നമുക്ക് ഇവിടെ കൊണ്ട് തന്നെ തീർക്കാം. പിന്നെ ദുൽഖർ മമ്മൂക്കനെ പറ്റിച്ചു എന്ന് ഞങ്ങൾ അറിഞ്ഞു. മമ്മൂക്കയുടെ പറ്റിച്ചിട്ട് എവിടെ പോകാൻ? അപ്പൊ ലോകയിൽ ഞാൻ പറ്റിക്കും. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ മൊത്തം അപ്രിഷിയേറ്റ് ചെയ്യുന്ന അത്തരത്തിലുള്ള ഒരു ആക്ടറാണ്. ലൈക്ക് ആരാ? ഫഹദ് ഫാസിൽ എന്ന ആക്ടറിനെ ഇന്ത്യ മൊത്തത്തിലുള്ള ഒരു പുള്ളിയുടെ ആക്ടിങ്ങിനെ പ്രൈസ് ചെയ്യുന്നുണ്ട്. ഇപ്പം മമ്മൂക്ക ആണെങ്കിൽ, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ, ഫാഫ കംബാക്ക് നടത്തി, ഇപ്പോൾ റീ എൻട്രി നടത്തിയപ്പോൾ മമ്മൂക്ക ചാപ്പാക്കുരിശിലെ ഫസ്റ്റ് ഷോട്ട് എന്തോ കണ്ടിട്ട് ആദ്യം പറഞ്ഞ സംഭവം ചെക്കൻ കാലനാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു എന്ന് ഒരു ന്യൂസ് കേട്ടിട്ടുണ്ട്. അത് സത്യമാണെന്ന് അറിയത്തില്ല. ന്യൂസ് അല്ലേ? ഓക്കെ. അപ്പം ഫഹദ് ഫാസിലായിട്ട് ഈ സിനിമയിൽ രണ്ട് ലെജൻസ് വർക്ക് ചെയ്യുമ്പോൾ സീനുണ്ട്. എങ്ങനെയായിട്ട് നമ്മൾ രണ്ടാമത്തെ സിനിമ മൂന്നാമത്തെ സിനിമ പറ്റിയാണ്. ഓക്കെ. അപ്പോൾ ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? ലൈക്ക് ചാക്കോച്ചനുണ്ട്, വളരെ മര്യാദക്കാരാ, കുഴപ്പമൊന്നുമില്ല. നമ്മൾ കണ്ടും വളർന്നതല്ലേ, കുഴപ്പമൊന്നുമില്ല. നമുക്ക് പിടിച്ച് നിർത്താവുന്നവരേ ഉള്ളൂ. നമ്മൾ കൈവിട്ട് പോകില്ല അവർ.